നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ജയിച്ചു, എസ്പാന്യോളിനെതിരെ റയൽ മാഡ്രിഡ് ജയിച്ചു, സംഗതിയൊക്കെ ശരി. പക്ഷേ ഈ പ്രകടനത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ? ആരാധകർ നെഞ്ചിൽ കൈവച്ച് പറയണം. എവേ മത്സരമാണ്, സംഗതി അത്ര എളുപ്പമായിരുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഫസ്റ്റ് മാച്ചാണെന്ന് പറയുമ്പോഴും റയൽ മാഡ്രിഡിൽ നിന്ന് എസ്പാന്യോളിനെതിരെ ഇതല്ല ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഹോസെ മൊറീഞ്ഞോയെ പോലൊരു കോച്ച് വന്നിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കോമ്പിനേഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ആധികാരിക വിജയത്തോടു കൂടി തുടങ്ങാൻ കഴിഞ്ഞില്ല. കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പല പുതിയ കോമ്പിനേഷനുകളും ഇനിയും വർക്കായി വരേണ്ടതുണ്ടെന്നാണ്. ആർദ ഗ്യൂളറിലൂടെ അല്ലാതെ ലിങ്കപ്പ് പ്ലേ വേണ്ട വിധത്തിൽ വരുന്നുണ്ടോ? എംബാപ്പെ ഇങ്ങനെ കുറേ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി പിന്നൊരു ഗോളടിക്കുന്ന രീതിയുണ്ടല്ലോ, അത് മതിയാവുമോ ഇത്തവണ? ഈ കളിയിൽ അദ്ദേഹം ഗോളടിച്ചിട്ടില്ല. അത് ഫെഡയും അത് ജൂഡ് ബെല്ലിംഗാമും കാർലോസ് എസ്പിയുമാണ് നേടിയത്. വിനി ജൂനിയർ കംപ്ലീറ്റ്ലി പത്തറ്റിക് പെർഫോമൻസ് ആണ്. അദ്ദേഹം ആകെ ഡിസ്കണക്റ്റഡ് ആയി പോയ പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. എതിരാളികളുമായിട്ട് പ്രശ്നം, അവരുടെ ക്രൗഡുമായിട്ട് പ്രശ്നം. വളരെ മോശം പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയത്. SP കിട്ടിയ അവസരം കിടലിനായിട്ട് മുതലാക്കി ഗോളടിച്ചു. അതാണ് അത്തരം താരങ്ങളുടെ ഒരു പ്രത്യേകത. പ്രോപ്പർ നമ്പർ 9 താരങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. അത് ടീമിന് ഗുണം ചെയ്തു. പിന്നെ ജൂഡ് ബെല്ലിംഗാം അദ്ദേഹത്തെ നമ്പർ 8 നമ്പർ 6 ആക്കാതെ നമ്പർ 10 ആയിട്ട് കളിപ്പിക്കുമ്പോഴാണ് മോർ ഡേഞ്ചറസ് ആവുന്നത്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കൈയടിക്കണം. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. കൊനാട്ടയുടെ ഒരു കാര്യത്തിൽ അദ്ദേഹം മോശമല്ലാത്ത തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഹൂയിസ് നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷേ എതിരാളികൾ ഗോളടിച്ച സമയത്ത് ഡിഫൻസ് എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. കാരണം ആ പ്ലെയർ കൽട്രാവ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് നിന്നിട്ടാണ് ആ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവാനുണ്ട് റയൽ മാഡ്രിഡ് എന്നൊരു ഫീലാണ് ഫസ്റ്റ് കളി കഴിയുമ്പോൾ എനിക്കുള്ളത്. 2-1 വിജയം അവർ നേടിയ മത്സരം. കളിയിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിൻ എംബാപ്പെ, ഒപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് വിനി ജൂനിയർ, പിന്നെ ആർദ ഗ്യൂളർ, ജൂഡ് ബെല്ലിംഗാം, ഈ രൂപത്തിലാണ് ടീമിനെ ഇറക്കിയത്. ഡബിൾ പിവോട്ടായിട്ട് ബെർണാഡോ സിൽവയും ഫെഡെ വാൽവർദയും ഉണ്ടായിരുന്നു. ഡിഫൻസിലൊരു പാർശ്വങ്ങളിൽ കരേറസും ഡംഫ്രീസും, സെൻട്രൽ ബാക്കുമാരായിട്ട് കൊനാറ്റയും ഹൂയിസനും, ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവ. ഇതായിരുന്നു റയലിൻ്റെ ഒരു ലൈനപ്പ്. മറുഭാഗത്ത് ഹെർണാണ്ടസും ചേർന്നുകൊണ്ട് എതിരാളികളുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയിൽ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിനിടക്ക് കലട്രാവ വിനി ജൂനിയറെ തൊഴിക്കുന്നുണ്ട്. റഫറി അത് കാണാതെ പോയി, അല്ലെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി കാർഡാണ്. ആ താരം ശരിക്കും കാർഡ് കിട്ടി പോവേണ്ട ആളായിരുന്നു. പക്ഷേ അയാളാണ് പിന്നീട് ഗോൾ അടിച്ചതെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതായാലും 9ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ പിറക്കുന്നത്, റയൽ മാഡ്രിഡിൻ്റെ ഗോൾ പിറക്കുന്നത്. അത് ആർദയുടെ സെറ്റ് പീസിൽ നിന്ന്, ഫ്രീ കിക്കിൽ നിന്ന് കിടലിനായിട്ട് ഹെഡ് ചെയ്തുകൊണ്ട് വലയിലേക്ക് എത്തിച്ചു ജൂഡ് ബെല്ലിംഗാം. ഒരു സംശയവും വേണ്ട, ബെല്ലിംഗാമിന് ആ പൊസിഷൻ വളരെ ക്ലിയറാണ്. അതായത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോള് വളരെ ക്ലിയറാണ്. ആർദ ഗ്യൂളർക്കും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീസണിൽ ചെയ്യാനുണ്ട്. അദ്ദേഹത്തെ വിശ്വസിച്ച് തന്നെ ഹോസെ മൊറീഞ്ഞോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗോളിന് ശേഷം റയൽ മാഡ്രിഡ് പൂർണ്ണ ആധിപത്യം പുലർത്തി കൂടുതൽ ഗോളുകളിലേക്ക് പോകുമെന്നാണ് കരുതിയത്. പക്ഷേ നേരെ തിരിച്ച് സംഭവിക്കുന്നു. കളിയുടെ 30ാമത്തെ മിനിറ്റിൽ കൽട്രാവയിലൂടെ ഗോൾ മടക്കിയടിക്കുന്ന എസ്പാന്യോൾ. ആ സമയത്ത് മൊറീഞ്ഞോയുടെ മുഖഭാവമൊക്കെ കാണണം. കാരണം അത് ഒട്ടും അതല്ല പ്രതീക്ഷിക്കുന്നത്. പെർഫോമൻസ് പോരാ എന്നുള്ളത് കൃത്യമായി വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അതങ്ങനെയാണ്, 1-1 സമനില. രണ്ടാം പകുതിയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫെൻസീവിലേക്ക് പോകുന്ന ഒരു എസ്പാന്യോൾ, റയൽ നിരന്തര ആക്രമണങ്ങളിലേക്ക് പോകുന്ന കാഴ്ച. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ആർദ ഗ്യൂളറിലൂടെ അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി ടീമിന് എവിടെ നഷ്ടപ്പെടുന്നു. ബെർണാഡോ സിൽവയൊക്കെ മത്സരം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നൊരു ഫീലാണ് ഉണ്ടായത്. മത്സരം പുരോഗമിക്കുക സ്വാഭാവികമായിട്ടും സബ്സ്റ്റിറ്റ്യൂഷനുകളിലേക്ക് പോയി. കുക്കറയെ പിൻവലിച്ച് കരേറസിനെ പിൻവലിച്ച് കുക്കറയെ കളിക്കളത്തിലേക്ക് വിട്ടു. ആർദ ഗ്യൂളറെ പിൻവലിച്ച് ഡയമണ്ടയെ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ഗ്യൂളറായിരുന്നു അവിടെ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിരുന്നത്. ഡയമണ്ട് വരുമ്പോൾ അത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ത്രെട്ടാണ്. അദ്ദേഹത്തിൻ്റെ കളിരീതി വേറെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡ് എപ്പോഴും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ബെർണാഡോ സിൽവയെ മാറ്റി കമവിംഗയെ ഇറക്കി. ഡംഫ്രീസിന് പകരം ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് വന്നു. ബെല്ലിംഗാമിനെ പിൻവലിച്ചാണ് SP വന്നത്. ഒടുവിൽ ആ SP ആണ് ടീമിൻ്റെ വിജയ ഗോൾ കണ്ടെത്തുന്നതും ഒരു
ഫ്രീ ആയി ബോൾ ലൂസായി എന്ന് കണ്ടപ്പം അതിലേക്ക് അറ്റാക്ക് ചെയ്ത് പോയിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് ഗോൾ അടിച്ചു. അത് തന്നെയാണ് വേണ്ടത്. കാരണം അതാണ് ഇത്തരം താരങ്ങളുടെ ഡ്യൂട്ടി. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇനി ഈ കളിയിലെ കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ ബെല്ലിംഗാം നമ്പർ 10 റോളിൽ കളിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. അതായത് എംബാപ്പയ്ക്ക് പുറകിലായിട്ട് കുറച്ചുകൂടി പെനാൽറ്റി ഏരിയയിലേക്ക് ക്ലോസറായിട്ട് അദ്ദേഹം കളിക്കുമ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. അദ്ദേഹം ആ ഒരു ഹെഡർ ചെയ്ത ആ ഒരു ഡിറ്റർമിനേഷനൊക്കെ കാണണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തെ ആ ഒരു റോളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് ഹോസെ മൊറീഞ്ഞോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്യൂളറാണ് റയൽ മാഡ്രിഡിന് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. അദ്ദേഹമാണ് റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് എന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. 64-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിച്ച് യാൻ ഡയമണ്ടെ വന്നു. അതോടുകൂടി കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ട് പോയി. കാരണം ഡയമണ്ടയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കളി രീതി വേറെയാണ്. അദ്ദേഹം ഡയറക്റ്റ് റണ്ണിങ് 1-on-1 എബിലിറ്റിയൊക്കെ ഉപയോഗിച്ച് കളിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ഗ്യൂളറുടേത് ശരിക്കും പറഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നിയന്ത്രിക്കുന്ന എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ഒരു ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് നിൽക്കുന്നയാളാണ് ഗ്യൂളർ എന്ന ഒരു ഫീലാണ് ഈ ഒരു കളി തന്നത്. ദെൻ മിഡ്ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കൺട്രോൾ വേണം. അപ്പോൾ അവിടെ ഫെഡെ വാൽവർദയും ബെർണാഡോ സിൽവയുമാണ് ആ ഒരു റോളിൽ ഉണ്ടായിരുന്നത്. ബെർണാഡോ സിൽവക്ക് ആ ഒരു റോള് എത്രത്തോളം അങ്ങ് വഴങ്ങും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വളരെ അഗ്രസീവ് പ്രസ്സിലൂടെയൊക്കെയാണ് റയൽ മാഡ്രിഡ് തുടങ്ങിയതെങ്കിലും പിന്നീട് കളി നിയന്ത്രിക്കാൻ മധ്യനിരയിൽ ബെർണാഡോ സിൽവ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് വളരെ ക്ലിയറാണ്. സോ അദ്ദേഹം കുറച്ചുകൂടി ബെറ്ററായിട്ട് മാറേണ്ടതുണ്ട്. ഹുയ്സൺ ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തി. കൊനാട്ടെ ശരിക്കും സെറ്റിൽഡ് ഇൻ ആയിട്ടുണ്ട്. കാരണം പോയ സീസണിൽ അത്ര വലിയ മികച്ച പ്രകടനമല്ല ലിവർപൂളിനായിട്ട് നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയായിരിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഡിഫെൻസീവ്ലി വളരെ സെറ്റിൽഡ് ഇൻ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം അഗ്രസീവ്ലി ഫോർവേഡ് ആയിട്ട് ഉള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറാവുന്നതും കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹം ഫിസിക്കലായിട്ടും ഉള്ള ഡ്യുവൽസും ഒക്കെ നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ദെൻ ഹുയ്സിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ കളി ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട്. വിനിയുടെ കാര്യത്തിലാണ് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു നൈറ്റായിരുന്നു. ഒരു സംശയവും വേണ്ട. അദ്ദേഹം എതിരാളികളുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു, അതുപോലെ ആരാധകരുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ലേ എന്ന സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുറച്ചുകൂടി അദ്ദേഹം കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യണം. പിന്നെ മനഃപൂർവ്വം അദ്ദേഹത്തെ ഫൗൾ ചെയ്യുകയും അദ്ദേഹത്തെ ബുള്ളി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കളിക്ക് ശേഷം ഹോസെ മൊറീഞ്ഞോ തുറന്ന് പറയുകയും ചെയ്തു, ഇത് ബുള്ളിങ് ആണ് എന്നുള്ളത്. അത് നടക്കുന്നുണ്ട്. പക്ഷെ അത് ഹാൻഡിൽ ചെയ്ത് പോയേ പറ്റൂ എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് വിനി ജൂനിയർ നടത്തിയത്. പിന്നെ എസ് പിയുടെ കാര്യം, ഒരു സംശയവും വേണ്ട ഒരു പ്രോപ്പർ നമ്പർ 9 ആണ്. ഇത്തരം താരങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയ അവസരത്തിൽ അദ്ദേഹം ഗോളടിച്ചു, കയറ്റി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. നല്ലൊരു സ്റ്റാർട്ടാണ് ഈ ഒരു മത്സരത്തിൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അത് പിന്നീട് അതുപോലെ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒടുവിൽ വിജയം എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അത് നേടാൻ പറ്റിയിട്ടുണ്ട്. 2-1 എന്നുള്ളത് പോരാ എന്ന് ഞാൻ പറയും. കാരണം മാഡ്രിഡ് ഉണ്ടാക്കിയിട്ടുള്ള ആധിപത്യവും അവസരങ്ങളും ഒക്കെ നോക്കുമ്പോൾ 2-1 അല്ല സംഭവിക്കേണ്ടിയിരുന്നത്. ഹോസെ മൊറീഞ്ഞോ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡ് ഈ കളി വിജയം അർഹിച്ചിരുന്നു. പക്ഷേ എസ്പാന്യോൾ തോൽവി അർഹിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ആ തരത്തിൽ തന്നെ നമ്മളിതിനെ കാണണം. റയൽ മാഡ്രിഡ് കുറച്ചുകൂടി മികച്ച രൂപത്തിലേക്ക് മാറും വരും മത്സരങ്ങളിൽ എന്ന് തന്നെ കരുതാം. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തൊരു ചർച്ചയുമായിട്ട് ഉടൻ തന്നെ എത്താം.